ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് പിരിയടയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. വൈകുന്നേരം ചായൻ്റെ ഒക്കെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. വൈകുന്നേരം ചായൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും പേടിക്കണ്ട. ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊന്നും പേടിക്കണ്ട കേട്ടോ. കേട് കൂടാണ്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ടെൻഷൻ അടിക്കുകയേ വേണ്ട കേട്ടോ. കുട്ടികൾക്കെല്ലാം സ്കൂൾ തുറക്കലായില്ലേ, അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വൈകുന്നേരം വന്നിട്ട് കൊടുക്കാനും രാവിലെ മദ്രസകളിൽ പോകുമ്പോൾ ഇതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് കേടുകൂടാണ്ട് വെക്കുന്ന ഒരു പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതായി ഒരു കുക്കറിലേക്ക് ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വേണമെങ്കിൽ പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഞാനിവിടെ കുറച്ച് ദിവസത്തേക്ക് ചായക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ആക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ വെള്ളമാണ് കേട്ടോ. ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം എനിക്ക് ഈ കുക്കറിൽ ഒരു 1/4 മണിക്കൂറാണ് കേട്ടോ കടലപ്പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാവ് കുഴച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കിലോ മൈദയാണ് കേട്ടോ വേണ്ടത്. 1 കിലോ മൈദയിൽ ഞാൻ പകുതി ആദ്യം ഇങ്ങനെ ബാക്കിയായാലും കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കിലോ മൈദയിലേക്ക് നമുക്ക് അതിൽ പകുതി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പകുതി എടുത്തിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ചായിട്ട് കുഴച്ചെടുത്താൽ 2 തവണയായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ എല്ലാം പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നല്ലോണം ടൈറ്റും വേണ്ട, നല്ലോണം ലൂസും വേണ്ട. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ബാക്കിയുള്ള മൈദയും കൂടെ ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇതേപോലെ പരന്ന പാത്രമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പരന്ന പാത്രം എടുത്തിട്ടുള്ളത്. നമുക്ക് ടേൽസുമ വെച്ചിട്ടും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1.5 മുറിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീയുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് വറുത്ത് വരണ്ട കേട്ടോ, കുറച്ചൊന്ന് വറുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ അപ്പമെല്ലാം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ അപ്പമെല്ലാം ചുട്ടെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് കടകളിൽ നിന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു പാക്കറ്റിനെല്ലാം നല്ല റേറ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്കായ് പൊടിച്ചതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ല. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അടിക്ക് പിടിക്കാതെ തന്നെ ശ്രദ്ധിക്കണം.
നല്ല ബ്രൗൺ കളറൊന്നും ആണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയെല്ലാം മെൽട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാര ഇങ്ങനെ ഒരു സീറായിട്ട് വരുമ്പോൾ നമുക്ക് ആ പരിപ്പ് ഇട്ട് കൊടുത്താലേ നമുക്ക് ആ പരിപ്പിൻ്റെ ഉള്ളിലെല്ലാം പിന്നെ മധുരം കടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പരിപ്പിലെല്ലാം നല്ലോണം ഒന്ന് മധുരം പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സമയം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പരിപ്പ് തേങ്ങയും പഞ്ചസാരയെല്ലാം ഒന്ന് മിക്സായി കിട്ടണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീ ഉള്ളത്. ഞാനിവിടെ ലോ ഫ്ലെയിമിലൊന്നും തീ ആക്കിയിട്ടേ ഇല്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തീ വെച്ചിട്ട് കൈവിടാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാണുന്നത് പോലെയൊന്നുമല്ല, വേഗം തന്നെ നമുക്ക് എളുപ്പത്തിൽ കുറേ ദിവസത്തേക്ക് ചായ കൂട്ടാനില്ല പിന്നെ സ്നാക്ക് ഇവിടെ തയ്യാറാവും. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ട വലിയ പണിയുണ്ടെന്ന്. വളരെ എളുപ്പത്തിൽ നമുക്ക് 3 ചേരുവ ഉണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇത്. അപ്പോൾ ഇതാ പഞ്ചസാരയും ആ തേങ്ങയും പരിപ്പെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ആ മധുരമെല്ലാം ആ പരിപ്പിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഇങ്ങനെ നീർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണിഞ്ഞ് വരട്ടെ. ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മാവ് പരത്തിയെടുക്കാം. നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവില്ലേ, അത് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ടേൽമ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ ടേൽസുമ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പലയിലൊന്നും ഇത് പരത്തിയെടുക്കാൻ കഴിയൂല കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ നല്ല കട്ടിയിലും അല്ല നല്ല ലൂസും അല്ലാത്ത വിധത്തിൽ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതേപോലെ ഒരു ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ നെയ്റ്റിൻ്റെ മൂടിയോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം ഓരോന്നായിട്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. കുട്ടികൾ സ്കൂളെല്ലാം തുറക്കലായില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചായക്ക് ഇതേപോലെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചത് അന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതോരോന്നും എടുത്തിട്ട് ഇതേപോലെ ഓരോന്നെടുത്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാൻ ഇതേപോലെയാണ് ആക്കുന്നത്. നമ്മൾ പിരിയട എന്ന് പറയുമ്പോൾ ഇതേപോലെ ആക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആക്കുന്നുണ്ട്. ഇനി നിങ്ങളെടുക്കാൻ നല്ല ഒരു അച്ചെല്ലുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിലാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ആക്കണമെന്നില്ല. അപ്പോൾ ഈ സൈഡെല്ലാം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ പിരിയിട്ട് കൊടുക്കാം. ഇതേപോലെ അറിയാത്താക്ക് നമുക്ക് അച്ചിൽ വെച്ചിട്ട് ആക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമില്ല ഷേപ്പിൽ തന്നെ ആക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ പിരിയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു രസമാണ് ഇങ്ങനെ പിരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും നല്ല വൃത്തി പിരിയിടുന്ന ആളുണ്ടാവും. എൻ്റെ ഉമ്മാല ഇതിലും നല്ല വൃത്തി തന്നെ പിരിയിടും കേട്ടോ. നല്ല ഷേപ്പിലാണ് പിരിയിടൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയാവും കേട്ടോ. ആ പിരിയിടുന്നത് ഇതിലും നല്ല വൃത്തി തന്നെ നമുക്കാവും. അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്നും കൂടെ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നല്ല വൃത്തി ഷേപ്പാക്കിയെടുക്കാം. ഗൾഫിലേക്കെല്ലാം കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതേപോലത്തെ അപ്പോലെ ആക്കി കൊടുക്കലുണ്ട്. കേടുകൂടാതെ നമുക്ക് ഗൾഫിലേക്കെല്ലാം ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമുക്ക് സൈഡെല്ലാം ഒന്ന് നന്നായി പ്രസ് ചെയ്യണം കേട്ടോ. ഇനി ഇങ്ങനെ പിരിയിട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇതേപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ. എനിക്ക് ഇവിടെ 1 കിലോ മൈദക്ക് ഏകദേശം ഒരു 130ഓളം അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിരിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പിരിയാട ഇതേപോലെ പൊന്തി വരുമ്പോൾ നമുക്ക് ഇതേപോലെ കയ്യിലുകൊണ്ട് അരിപ്പ കൊണ്ട് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും ഒന്ന് നമുക്ക് ഒരേ കളറിൽ കിട്ടുകയുള്ളൂ. ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്, ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കൂടുതൽ കളറ് കിട്ടും കേട്ടോ. നമുക്ക് ആ ചൂടിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കളറ് കിട്ടും. അപ്പോൾ നമ്മളെ പരിപ്പ് പിരിയട അപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വെറും തേങ്ങ കൊണ്ടും നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് കൂട്ടിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് 1 മാസത്തേക്കുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് പുറത്ത് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.